ഭാര്യയോട് മിണ്ടരുത്, ഭാര്യയോട് ഒരു പണിയും പറയരുത്, എല്ലാ പണിയും മകളോട് പറയുക. പറ്റുമോ? ആവും. ഇനിയിപ്പോൾ എന്താ, അല്ലെങ്കിലേ മണ്ടൽ കമ്മിയാണ്, ഇനിയിപ്പോൾ ഒരു വിഷയമില്ല ആവും, എന്നാ ശരിയാക്കി തരാവും. ഇത്രേ വേണ്ടു, അത്ര ചെയ്താൽ മതി. വേറെ ഒന്നും നീ നോക്കണ്ട. ഭാര്യയോട് പറയാൻ ഉദ്ദേശിക്കുന്ന പണിയൊക്കെ മകളെ വിളിച്ച് പറയുക. ഭാര്യയെ കണ്ടൂന്നേ നടിക്കണ്ട. ഇത്രയേ ഉള്ളൂ, എളുപ്പമുള്ള ചികിത്സ. ശരി പറഞ്ഞു. സ്വാമി സുഖമായിട്ട് വീട്ടിൽ വന്നു. എവിടെ നിങ്ങളെ കണ്ടിട്ട് കുറേ നേരമായിട്ട് തിരിച്ചിട്ട് ഞാൻ എത്രയും വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഒന്നും മിണ്ടിയില്ല. നേരെ അടുക്കളയിലേക്ക് പോയി. സംഭാരം കൊണ്ടാന്ന് വിളിച്ചു പറഞ്ഞു മകളോട്. മകൾ സംഭാരം കൊണ്ടു കൊടുത്തു. കഞ്ഞി ഉളമ്പെന്ന് മകളോട് പറഞ്ഞു. ഭാര്യ ഇപ്പോൾ ഞാൻ മിണ്ടില്ല. ഭാര്യ കഞ്ഞി കൊടുത്തപ്പോൾ നോക്കണില്ല. മകളോട് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഭാര്യ ചായ കൊണ്ടത് മിണ്ടില്ല. മകളെ വിളിച്ച് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. മകളോട് ഇഡ്ഡലി സാമ്പാർ കൊണ്ടുവരാൻ പറഞ്ഞു. മകളോട് ചുരുക്കം മകളോട് മാത്രമേ വർത്താനുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. അതിപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട് ഇയാൾ മകളോട് മാത്രമേ മിണ്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്പലക്കുളത്ത് കുളിക്കായമ്മ, കല്യാണി കുട്ടിയമ്മ. കേട്ടുവോ? എന്തേ സ്വാമിയില്ലേ? അങ്ങനെ തറേ എന്താ നിങ്ങൾ ഈ പറയാം? എന്താ അങ്ങനെ? അപ്പം ഭാര്യയില്ല, മകളാത്തറേ. ടീം ഈ വാർത്ത ഇങ്ങോട്ട് നിങ്ങളെന്ത് ശരി ഉറപ്പല്ലേ? അയമ്മ 1000 ഫോട്ടോസ്റ്റാറ്റ് റെഡി. അപ്പോൾ ഈ വാർത്ത ഇപ്പൊ നമ്മുടെ സ്വാമി അങ്ങനെ എത്ര പറയുമ്പോൾ ഈ അട്ടമലേന്ന് ഒരട്ട ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടും ഇങ്ങോട്ട് ചാടും. കല്യാണിക്കുട്ടിയമ്മയുടെ സഞ്ചിയിലേക്ക്. അടുത്ത മീനാക്ഷിക്കുട്ടിയെ പറഞ്ഞു ഒരട്ട മീനാക്ഷിക്കുട്ടിയമ്മയ്ക്ക്. ചുരുക്കം 2 ആഴ്ച കൊണ്ട് അട്ട പുട്ടുന്നതിനെ ഈ കട കാലിയാക്കുമ്പോല്ലേ നമ്മൾ പോയി തിരക്കിയിട്ട് സാധനം വാങ്ങിപ്പോരില്ലേ, അതേപോലെ ഈ അട്ടകൾ മുഴുവൻ വിറ്റ് തീർന്നു. ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അവസാനം ഒരട്ട ബാക്കി ഉണ്ടായിരുന്നു. അപ്പോഴാണ് പാക്കനാരും ഭാര്യയും കൂടി പോകണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, മകളെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിക്ക് ഇപ്പോൾ വഴിമാറല്ലേ പറഞ്ഞു. ഒരട്ട ഉണ്ടായിരുന്നു, നെയ്യും തിന്നോ പറഞ്ഞു. സ്വാമി ക്ലീനായി. നമ്മൾ വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ എത്ര അട്ടയെ നമ്മൾ വാരി കൂട്ടിയിട്ടുണ്ടാവും അറിയോ? അട്ടയോ കലുക്കുന്നനോ പഴുതാരയോ തേളോ ഒന്നും അറിയില്ല. അപ്പം നമ്മുടെ ഉള്ളിലെ വിഷങ്ങൾ, കാളിയൻ്റെ വിഷമൊക്കെ പിന്നെ എത്ര ഉള്ളൂന്നുണ്ട്. അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വിഷം നമ്മുടെ ഉള്ളിൽ. ഈ രാഗം, ദേഷം, കാമം, കുറവ് ഇത്യാദി വിഷങ്ങളെ മുഴുവൻ ഛർദ്ദിച്ച് ക്ലീൻ ആവുമ്പോഴാണ് ഭഗവാന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക. പിന്നെ എവിടെ രമണകം എന്ന് പറഞ്ഞാൽ ആത്മഹർഷമുള്ള സ്ഥലമാണ് രമണക ദ്വീപ്. അവിടേക്കാണ് പോണത്. ഭഗവാന്റെ സീലാണ് കാലടി. ഭഗവാന്റെ സീല് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം, എവിടെയും നമ്മളെ ആരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കാളിയന്റെ കഥ പറഞ്ഞു വെച്ചു. പിന്നെയാണ് പ്രലംബാസുരൻ വരണത്. ആ അസുരൻ പശുക്കുട്ടി ആയിട്ടാണ് വരണത്. അല്ല, എങ്ങനെയാണ് കംസൻ കൊല്ലാനുള്ള ആൾക്കാരെ വെച്ചാൽ ഓരോരുത്തരെ ബാക്കിയായിട്ട് ഇപ്പോൾ ഒരാളെയും കൂടി ബാക്കിയുള്ളൂ. അയാളാണ് ഗോപകുമാരൻ്റെ വേഷത്തിൽ കൂടി, പശുവിൻ്റെ വേഷത്തിൽ. അത് കഴിഞ്ഞു പോയി. കുട്ടികൾ കളിക്കുകയാണ്. തോറ്റ ആൾ മറ്റാളെ എടുത്തിട്ട് പോകണം. അതാ കളി, ചുമക്കണം. അപ്പോൾ പ്രലംബനൊരു കുട്ടി, ഗോപകുട്ടി, കുറേ ഗോപകുട്ടികളുണ്ട് വേഷം മാറിയിട്ടേ കൂടി. അങ്ങനെ തോറ്റാളെടുത്ത് തലയിൽ വെച്ച് നടക്കുക. അങ്ങനെ ഈ അസുരൻ ബലഭദ്രനെ തോളിലെടുത്തു. അവർ തമ്മിൽ തോറ്റു എടുത്തു പോകണമല്ലോ. ബലഭദ്രനെ തോളെടുത്ത് പോയപ്പോൾ മനസ്സിലായി ആളെ രൂപം മാറ്റി അവനെ അടിച്ചു കൊന്നു. പിന്നെ അപ്പുറത്തേക്ക് അവിടെ ഒരു കാട്ടുതീ ഉണ്ടായി. എല്ലാവരും പേടിച്ചു. എല്ലാവരും ഒരു സെക്കൻഡ് കണ്ണടച്ച കൃഷ്ണൻ ആ കാട്ടുതീ വിഴുങ്ങി. കുട്ടികൾക്ക് തീ എവിടെ കാണാനില്ല. അതോടെ ഭഗവാൻ അത് വിഴുങ്ങിയെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗംഭീരമായിട്ടുള്ള ഈ കാലത്തിൻ്റെ വർണ്ണനയാണ്. അത് നമുക്കത്ര ആവശ്യം നിന്നാലും എങ്ങനെയാണ് ഭഗവാൻ ഭക്തന്മാരുടെ മനസ്സനുസരിച്ച് പ്രകൃതി നിൽക്കുക എന്നുള്ളത് വ്യാസൻ ഗംഭീരമായിട്ട് വർണ്ണിക്കുകയാണ്. ഈ ഭഗവത് ഭക്തന്മാരുടെ മനസ്സ് സുഖദുഃഖങ്ങളിൽ സമചിത്രയോടിരിക്കുന്ന പോലെ പർവ്വതങ്ങളിൽ മഴ പെയ്തിട്ടും ഒന്നും കുലുങ്ങാറെ നിന്നു. ഭഗവത് ഭക്തന്മാരുടെ ഉള്ളിൽ എന്ത് വന്നാലും കുലുക്കണ്ടാവില്ല. അങ്ങനെ കുറേ പറഞ്ഞു. ആ മഴക്കാല വർണ്ണനയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഗോപസ്ത്രീകളുടെ വസ്ത്രാഭരണം, അവരുടെ പ്രാർത്ഥനയാണ്. കാർത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. കാർത്യായനി പൂജ ചെയ്യാണ്. എന്തിന് പൂജിക്കുന്ന? കാർത്യായനെങ്കിലും കിട്ടേണ്ടത് ഭഗവാനെയാണ്. പൂജിക്കുന്ന കാർത്തിക. അപ്പോൾ എനിക്ക് നന്ദഗോപസുതനെ പതിയായിട്ട് കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഈ ധനുമാസത്തിലെ പൗർണമി ദിവസം, പണ്ടൊക്കെ തിരുവാതിരയ്ക്ക് ഒരു തുടിച്ചുകൂടി ഉണ്ട്, ഇവർക്കൊക്കെ ഉണ്ടാവും. ഊഞ്ഞാലാടപ്പോൾ ഒരു ഊഞ്ഞാലും ഇല്ല, തിരുവാതിരക്കുളിയില്ല, ഒന്നുമില്ല. ഒക്കെ ബ്രിഡ്ജിലാണ്. കൂവയൊക്കെ ഒരാഴ്ച ഇരിക്കും. തിരുവാതിരല്ല എന്ത് വന്നാൽ. അപ്പം അതൊക്കെ പണ്ട് ഈ ധനുമാസത്തിലെ പൗർണമി ദിവസം കാർത്യായനി വ്രതം എടുത്തിട്ട് കുളിക്കുകയാണ്. അപ്പോൾ ഇവർ വസ്ത്രം അഴിച്ചു വെച്ച് കുളിക്കുകയാണ്.
അപ്പോഴാണ് കൃഷ്ണൻ വന്നു. നഗ്നരായിട്ട് കുളിക്കാൻ പാടില്ല. കൃഷ്ണൻ ഈ വസ്ത്രമൊക്കെ എടുത്ത് ഓരോ സ്ഥലത്ത് തൂക്കിയിട്ടു. ഓടക്കൊള്ളുകൾ കേട്ട് നോക്കിയപ്പോൾ നമ്മളെ ഒന്നും കാണാനില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് വസ്ത്രം തരൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. നിങ്ങൾ കയറി വരണം എന്നായി. എങ്ങനെ കയറി വരിക? പക്ഷേ ഈ കൃഷ്ണന് 10 വയസ്സായിട്ടില്ല കേട്ടോ. അപ്പോൾ ആലോചിക്കണം. ഇതിൻ്റെ പിന്നിലെ തത്വം ആലോചിച്ചാലാണ്, അല്ലെങ്കിൽ നമുക്കത് അശ്ലീല തോന്നും. 10 വയസ്സായിട്ടുള്ള കുട്ടിയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ ഈ നദിയിൽ ഇറങ്ങി കുളിക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ തെറ്റിച്ചു, നിങ്ങൾ തെറ്റാണ് ചെയ്ത്, അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞ് അവസാനം നിവൃത്തിയില്ലാതെ അവർ തൊഴുത് പിടിച്ചു വാങ്ങി വസ്ത്രം കൊടുത്തു എന്ന് പറയാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് കൃഷ്ണൻ ഇവിടെ ചെയ്ത ഗോപികളുടെ ചോദിച്ചാൽ, ശരീരബോധം, ശരീര അഭിമാനം കളയാണ്. ഈ ഗോപികൾ ഇനി ഭഗവാന് ചേരാനുള്ളവരാണ്. അപ്പം ആദ്യം നമുക്ക് ഭഗവാന് ചേരണം പറഞ്ഞാൽ ശരീരാഭിമാനം പോകണം. ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞു, വിദേഹം, സീതരിക്കുന്ന വിദേഹ രാജ്യത്താണ്. ദേഹാഭിമാനം ഉള്ളിടത്ത് ഭഗവാൻ വരില്ല. ഈ ഗോപികൾക്ക് ഞങ്ങൾ നഗ്നരാണ്, വസ്ത്രം ധരിച്ചിരുന്ന ധാരണ ഭഗവാന്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. 10,000 രൂപയുടെ പട്ടുസാരി എടുത്താലും എത്ര അലങ്കാരം വെച്ചാലും, ഇനി നിങ്ങളല്ലെങ്കിൽ ആലോചിച്ച്, നിങ്ങൾ കല്യാണത്തിൻ്റെ ഒരു സാരിയൊക്കെ എടുത്ത് 25,000 പട്ടുസാരിയും വലിയ കവച കുണ്ടലൊക്കെ ഇട്ട് കല്യാണത്തിന് പുറപ്പെട്ട് പോയി വിചാരിക്കുക. മാലയൊക്കെ ഇട്ടിട്ട് കുത്തി തിരക്കി ഊണൊക്കെ കഴിച്ച് തിരിച്ചു വന്നാൽ ആ പോയപ്പോഴാണോ സുഖം? അതൊക്കെ പറഞ്ഞാൽ അഴിച്ചു വെച്ചാലാണോ സുഖം? പോയവർക്കറിയാം അല്ലേ? മാലയും വളയൊക്കെ വെച്ച് ആ പട്ടൊക്കെ വരച്ച് താഴത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ വീട്ടിലെ സാധാരണ മാക്സിയോ എന്താ വെച്ചിട്ട് ഇപ്പോഴൊന്ന് സമാധാനമായി. കാരണം അതാ സുഖമേ. ഈ വെച്ചുകെട്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഇവിടെ ശരീര അഭിമാനത്തിനെ പോഷിപ്പിക്കാനാണ് എല്ലാം വെച്ചുകെട്ടുണ്ടാക്കണം നമ്മൾ. അത് കളയണം. അത് കളഞ്ഞാൽ മാത്രമേ ഭഗവാനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആവൂ. അതിന് ഈ ഗോപികളിനി രാസപഞ്ചാധ്യായി വായിച്ചല്ലോ. 5 അധ്യായങ്ങളെ കൊണ്ട് ഗോപികളുടെ രാസക്രീഡ ഇനി വരാൻ പോണം. അതിനു മുമ്പ് ആദ്യ പടിയായിട്ട് ഇവരുടെ ശരീരത്തിനോടുള്ളവരുടെ അഭിനിവേശം കളയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വസ്ത്രാക്ഷേപം എന്നുള്ള ലീല